പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ അബുദാബിയിലേക്ക് ഈ വർഷമുള്ള സർവീസുകൾ നിർത്തലാക്കി ബ്രിട്ടീഷ് എയർവേസ്. ലീവിനും മറ്റുമായി നാട്ടിലേക്ക് പോയവരുടെ തിരിച്ചുപോക്ക് പ്രതിസന്ധിയിലായി. സംഘർഷം ആരംഭിച്ച ശേഷം ഇതുവരെ റദ്ദാക്കിയത് 43,000-ലധികം വിമാന സർവീസുകളാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ അബുദാബിയിലേക്കുള്ള ഒരു വർഷത്തെ സർവീസുകൾ നിർത്തലാക്കിയിരിക്കുകയാണ് ബ്രിട്ടീഷ് എയർവേസ്. മാർച്ച് 10 നടത്തിയ പ്രസ്താവനയിലായിരുന്നു പശ്ചിമേഷ്യയിലെ വിവിധയിടങ്ങളിലേക്കുള്ള വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിയതായി ബ്രിട്ടീഷ് എയർവേസ് വ്യക്തമാക്കിയത്. അമ്മൻ, ബഹ്റൈൻ, ദുബായ്, ടെല്ലവീവ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ ഈ മാസം മുഴുവനും ഉണ്ടാവില്ലെന്നും അബുദാബിയിലേക്കുള്ള സർവീസുകൾ ഈ വർഷം അവസാനം വരെയും ഉണ്ടാകില്ലെന്നുമാണ് ബ്രിട്ടീഷ് എയർവേസ് വ്യക്തമാക്കിയിരുന്നത്. പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ തിരികെ എത്തിക്കാനുള്ള വിമാന സൗകര്യം ഒരുക്കുമെന്നും ബ്രിട്ടീഷ് എയർവേസ് വ്യക്തമാക്കിയിരുന്നു. മസ്കറ്റിൽ നിന്നും ഒമാനിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള അവസാന വിമാനങ്ങൾ പുറപ്പെട്ടത്. നിലവിലെ സാഹചര്യം തുടർച്ചയായി നിരീക്ഷണത്തിലാണെന്നും ബ്രിട്ടീഷ് എയർവേസ് വിശദമാക്കിയിരുന്നു. ഹമാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഖത്തർ എയർവേസിന്റെ വിമാനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. യുഎയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കാത്ത രക്ഷാ വിമാനങ്ങൾക്ക് മസ്കറ്റ് വിമാനങ്ങളുമായാണ് സൗകര്യമൊരുക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒമാൻ എയർ 80-ലധികം വിമാനങ്ങളാണ് സർവീസ് നടത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ റദ്ദാക്കിയത് 43,000-ലധികം വിമാന സർവീസുകളാണെന്നുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത്. വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിയവരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനായി പ്രത്യേക വിമാന സർവീസുകൾ വിവിധ എയർലൈനുകളും നടത്തുന്നുണ്ട്. മസ്കറ്റ് വിമാനത്താവളത്തിലെ സാധാരണ സർവീസുകളും യാത്രക്കാർക്ക് ആശ്വാസം പകരുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.